നമസ്കാരം. ഡൽഹിയിൽ കഴിഞ്ഞ 5 ദിവസമായിട്ട് തുടർമാനമായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. തുടർമാനമായിട്ട് ഇങ്ങനെ മഴ പെയ്തു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഡൽഹി പട്ടണത്തിൽ ഉണ്ടാവുക. കഴിഞ്ഞ നാളുകളിലൊക്കെ പെട്ടെന്ന് വെള്ളം കയറുകയും അങ്ങനെ പല സ്ഥലങ്ങളിലും വെള്ളത്തിനടിയിലാകുകയും ചെയ്യുന്ന കാഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ ഇത് തുടർമാനമായി സംഭവിച്ച പല സന്ദർഭങ്ങളുണ്ട്. മാത്രമല്ല, ഈ 3-4 ദിവസം കൂടെ കഴിയുമ്പോൾ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ആഘോഷങ്ങളും മറ്റ് പരിപാടികളും ഒക്കെ നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ മഴ തുടർമാനമായി പെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ യാത്രാ തടസ്സങ്ങളുണ്ടാകും. റോഡ് ഗതാഗതം യൂസ് ചെയ്യുന്നവർക്ക് ഏറെ ബുദ്ധിമുട്ടുകൾ നേരിടാം. വെള്ളം കയറി കിടക്കുന്ന സ്ഥലത്തോട് പിന്നെ വാഹനങ്ങൾ പോകാതെ വരും. അങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകും. അപ്പോൾ അത് ഈ മഴ നിമിത്തം തടസ്സപ്പെടാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് തന്നെ തുടർമാനമായിട്ട് പെയ്യുന്ന ഈ മഴ ഒന്ന് മാറി നിൽക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ എല്ലാ പ്രദേശങ്ങളിലും ശക്തമായ മഴ പെയ്യുന്നില്ല. തെക്ക് പടിഞ്ഞാറ് അതുപോലെ തന്നെ നോർത്ത് വെസ്റ്റ് പ്രദേശങ്ങളിലൊക്കെ ആയിട്ട് വളരെ മഴ ഉണ്ടാകുന്നുണ്ട്. ഇവിടെയൊക്കെ പാർക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. സർക്കാരും പോലീസും ഫയർഫോഴ്സും ഒക്കെ അതിൻ്റെ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ ഗതാഗത തടസ്സമൊക്കെ നേരിടാൻ സാധ്യതയുള്ളതുകൊണ്ട് ഈ വഴിയൊക്കെ യാത്ര ചെയ്യുന്നവർ അതിനനുസരിച്ചുള്ള സമയം നേരത്തെയാക്കി യാത്ര ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇവിടെ യാത്രയ്ക്കുള്ള സംവിധാനങ്ങൾ ധാരാളമുണ്ട്. മെട്രോ സംവിധാനങ്ങളുണ്ട്, മറ്റ് യാത്രാ മാർഗങ്ങളൊക്കെ ഉണ്ടെങ്കിലും സ്വന്തമായ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ യാത്രാ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ പോകേണ്ടത് ആവശ്യമാണ്. പിന്നെ ഈ തുടർമാനമായ മഴ കൊണ്ട് മറ്റൊരു ഗുണമുണ്ടായ എന്താണെന്ന് ചോദിച്ചാൽ വായു മലിനീകരണം കുറഞ്ഞിട്ടുണ്ട്. AQIയുടെ ലെവല് കുറഞ്ഞിട്ടുണ്ട്. അതൊരു 71 വന്നിട്ടുണ്ട്. ഇവിടെ 300 എബോവ് ഒക്കെയാണ് പലപ്പോഴും. അപകടകരമായ നിലയിലാണ് ഇവിടുത്തെ ഒരു പൊല്യൂഷൻ്റെ ലെവല് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഈ തുടർമാനമായ മഴ കൊണ്ട് കുറേ ശുദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അന്തരീക്ഷ മലിനീകരണ തോത് കുറഞ്ഞിട്ടുണ്ട്. തൃപ്തികരമായ നിലയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. താഴ്ന്ന പ്രദേശങ്ങളിലുള്ളവരൊക്കെ ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട്. വലിയ പ്രശ്നങ്ങളാണ് ഈ മഴ മുഖാന്തരം ഉണ്ടാകുന്നത്. കഴിഞ്ഞ നാളിലൊക്കെ യമുനാ നദിയൊക്കെ കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ തീരത്തൊക്കെ പാർക്കുന്നവരൊക്കെ കുറേ ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഈ മഴയ്ക്കൊരു ശമനം ഉണ്ടാകണം. അതുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. പൊതുവെ കാലാവസ്ഥ വ്യതിയാനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളാണല്ലോ. അതുകൊണ്ട് തന്നെ പ്രകൃതിയുടെ ഇത്തരത്തിലുള്ള വികൃതികളെന്ന് പറയുന്നതിൽ തെറ്റില്ല. പക്ഷേ ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങൾ അത് മേഘവിസ്ഫോടനം മൂലമോ ന്യൂനമർദ്ദം മൂലമോ ഒക്കെ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു ശമനം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കാം. ഏതായാലും കാത്തിരിക്കാം, അല്ലേ? ഈ വീഡിയോയിൽ കാണുന്നവരെ നമസ്കാരം.